ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി അസിസ്റ്റന്റ് ആയ സുകുമാരൻ ജോലിക്ക് കയറിയിട്ട് 20 വർഷമായി. ആ 20 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ശവങ്ങൾ സുകുമാരന്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. തൂങ്ങി മരിച്ചവർ, വണ്ടി ഇടിച്ച് തകർന്നവർ, വിഷം ഉള്ളിൽ ചെന്നവർ. മരണത്തിന്റെ തണുപ്പ് സുകുമാരനെ പുത്തരിയായി. അതുകൊണ്ട് തന്നെ രാത്രി ഷിഫ്റ്റുകളിൽ ആ വലിയ മോർച്ചറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ അയാൾക്ക് ഒരിക്കലും ഭയം തോന്നിയിരുന്നില്ല. പക്ഷെ ആ ഒരൊറ്റ രാത്രി സുകുമാരന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അന്ന് കർക്കിടക മാസത്തിലെ കറുത്തുവാവായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. രാത്രി കൃത്യം 12 മണിക്ക് മോർച്ചറിയുടെ വാതിലിൽ മുട്ടുകേട്ടു. സുകുമാരൻ ചെന്ന് വാതിൽ തുറന്നു. 2 പോലീസുകാരും ഒരു ആംബുലൻസ് ഡ്രൈവറും കൂടി ഒരു സ്ട്രെച്ചർ അകത്തേക്ക് തള്ളി. അതിൽ വെളുത്ത തുണി പുതപ്പിച്ച ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് കേസാണ് സുകുമാരേട്ട, ഐഡന്റിറ്റി വ്യക്തമല്ല. തൽക്കാലം ഇതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റണം, പോലീസ് ഓഫീസർ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന 4 ഫ്രീസറുകളിൽ ആദ്യത്തെ 3 എണ്ണത്തിലും ബോഡികൾ ഉണ്ടായിരുന്നു. സുകുമാരൻ 4ാമത്തെ ഫ്രീസർ വലിച്ചു തുറന്നു. അതിലെ ഇരുമ്പ് ടേബിളിലേക്ക് അവർ ആ മൃതദേഹം എടുത്തു മാറ്റി. പോലീസുകാർ ഒപ്പുവെച്ചു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നിറങ്ങി. മോർച്ചറിയുടെ ആ വലിയ ഇരുമ്പ് വാതിൽ വീണ്ടും അടഞ്ഞു. സുകുമാരൻ വീണ്ടും ഒറ്റയ്ക്കായി. സുകുമാരൻ തന്റെ കസേരയിലേക്ക് ഇരുന്ന് ഒരു സിഗരറ്റിന് തീ കൊടുത്തു. പുകയോതി വിടുമ്പോഴാണ് അയാൾ ആ കാഴ്ച ശ്രദ്ധിച്ചത്. 4ാം നമ്പർ ഫ്രീസറിലെ ലോക്ക് മെല്ലെ കറങ്ങുന്നു. സുകുമാരൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശരിക്ക് ലോക്ക് ആയില്ലായിരിക്കും, അയാൾ സ്വയം പറഞ്ഞു. അയാൾ നടന്നു ചെന്നു ആ ഇരുമ്പ് വാതിൽ ഒന്നുകൂടി അമർത്തി ലോക്ക് ചെയ്തു. പക്ഷെ തിരികെ നടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. സുകുമാരൻ നെട്ടി തിരിഞ്ഞു നോക്കി. ആ 4ാം നമ്പർ ഫ്രീസർ തനിയെ പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ളിലെ ഇരുമ്പ് ടേബിൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിലൊന്നുമായിരുന്നില്ല സുകുമാരന്റെ കണ്ണുടക്കിയത്. ആ മൃതദേഹത്തിന് മേൽ പൊതിച്ചിരുന്ന വെള്ളത്തുണി അത് തറയിലേക്ക് വീണു കിടക്കുകയാണ്. ആ ടേബിളിൽ കിടന്നത്